നിനക്ക് എന്താ ഇവിടെ കാര്യം? ഇവിടെ ഇവിടെ ചാരി, എടാ ചാരി. എന്താ ഗുരുദേവ? സംഗീതം കേട്ട് സുഖിയാണല്ലേ? അതേനെ, നല്ല സുഖമുണ്ട്. ഗുരുദേവനെ ഒന്ന് വിശ്രമിച്ചോളൂ. വിശ്രമിക്കാനൊന്നും നേരെയില്ല. എടാ ചാരി, ഒരു രഹസ്യം പറയാം, ആരോടും പറയരുത്. പറഞ്ഞോളൂ ഗുരുദേവ. നോം ഇന്ന് രാത്രി ഇല്ലത്തേക്ക് മടങ്ങുക. എന്തിനാ? ആത്മാവ് എന്നെ വല്ലാതെ ശല്യപ്പെടുത്തുക. കക്കൂസി പോലും എന്റെ കൂടെ ഉണ്ട് കേട്ടോ. പേടിച്ചോടിയിട്ട് എന്താ കാര്യം? നിങ്ങൾ എവിടെ പോയാലും ആത്മാവ് കൂടെ വരില്ലേ? അതെങ്ങനെയാ? എങ്ങനെയാന്നോ? അതിന് ടിക്കറ്റും പാസ്പോർട്ടൊന്നും വേണ്ടാലോ. അതിന് ശരിയാ. അതാ വന്നു. നോമിതാ വരണു. ആരാ ഗുരുദേവ? പുക കാണാൻ വന്നോനാ. അങ്ങനെ ഇപ്പൊ ആരാ ഇവിടെ ഉള്ളേ? ഞാൻ പറഞ്ഞില്ലേ ആത്മാവ്. രാത്രിയായാ പിന്നെ കൊച്ചു കുട്ടികൾ വന്ന് തട്ടുന്ന പോലെ നമ്മ അയാൾ തട്ടിക്കളിക്കുക. എന്താ പട്ടു താമസം? എന്താ വിളിക്കണു? പോട്ടെ ചാരി. എന്താ വിളിച്ചേ? എവിടെ പോട്ട് വരുന്നു? മനുഷ്യനുമായിട്ട് എന്താ ഇത്ര സഹവാസം? നോ മനുഷ്യല്ലേ, എനിക്കും കാര്യങ്ങൾ ഉണ്ടായില്ലേ? താനെന്തിനൊക്കെ അന്വേഷിക്കണേ? 5 മണിക്ക് എണീക്കും, രാത്രി 3 മണി വരെ മദ്യപിക്കും. തന്നെ സേവിച്ച് നോ മരിക്കാറായി. എന്റെ ആരോഗ്യവും നശിച്ചു. മരിക്കണതാ ഇതിലും ഭേദം. എന്നാ പിന്നെ പെട്ടെന്ന് ആയിക്കോട്ടെ, നമുക്ക് ഒരുമിച്ച് 2 ബഗ് അടിക്കാമല്ലോ. താങ്ക് യു. അല്ല, അവൻ എങ്ങനെയാ തന്നെ കണ്ടേ? അവനും ഒരു കൊച്ചു പ്രേതം. നിങ്ങൾ ഇവിടെ എത്ര പേരുണ്ടാവും? മൊത്തം ഒരു 10-40 പേര് കാണും. നീയും കൂടി ചത്താ 41. ഗുരുദേവ, ഒരു ഗുഡ് നൈറ്റ് പിടിച്ചോളൂ. ഓഹോ, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാണല്ലേ? വേറെ എന്താ ഞാനിപ്പോ ചെയ്യണ്ടേ? ഗുരുദേവന് പോന്നോളൂ. എന്താ ഈ കാട്ടണേ? നോം വരണില്ല, താൻ പോയിക്കോളൂ. പാഷാണം. നിങ്ങൾ രണ്ടുപേരും വലിയ ഫ്രണ്ട്സ് ആണോ? ഇവനുമായി ഫ്രണ്ട്ഷിപ്പോ? ഒരിക്കലും ഇല്ല. നോമൊരു അവസരത്തിനായി കാത്തിരിക്കുക. തനിക്കൊരു കൂട്ടിനായി നോമ അവനെ അയക്കുന്നുണ്ട്. ഹലോ മോനെ ചാരി, എന്തൊക്കെയുണ്ട് വിശേഷം മുത്തശ്ശി? പറയാ. ഞങ്ങള് കൽക്കട്ടയ്ക്ക് വരണുണ്ട്. ഇങ്ങോട്ടേക്കോ? എന്താ ഇത്ര അത്യാവശ്യം? കാണണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരൂലോ. നിന്റെ പിറന്നാൾ ആഘോഷിക്കാനാണ് കുട്ടിയെ. രാമ 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 പറഞ്ഞാ കേക്കില്ല. ശരി, ഒരു കാര്യം ചെയ്യാ. കാലത്ത് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് കാളി ക്ഷേത്രത്തിലേക്ക് വരിക. ഇവന്മാരറിയാതെ ഞാനും അങ്ങോട്ടേക്ക് എത്തിക്കോളാം. എന്താ മുത്തശ്ശി? ആയിക്കോട്ടെ. എന്നാ ഫോൺ കട്ട് ചെയ്തോളാം. കാളി ക്ഷേത്രത്തിലേക്കാണല്ലേ? എന്താ മാവാ? എടാ ഗോപികൃഷ്ണ, നോം പറയുന്നത് ശ്രദ്ധിച്ചങ്ങോട്ട് കേൾക്കുക. കണ്ടോ, അങ്ങോട്ടും നോക്കുക. നമ്മുടെ ഉണ്ണിയെ കാണാൻ എന്ത് ഭംഗിയാ. എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കണേ? കാണാൻ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് ചോദിക്കാണ്ടോ? അസല് സിനിമാറിനെ പോലെ ഇരിക്കണു. അല്ല, നിങ്ങൾ ഒറ്റയ്ക്കാ വന്നേ? ഞങ്ങള് 4 പേരില്ലേ? അപ്പൊ എന്റെ ചന്ദ്രകലയെ മറന്നോ? നിന്റെ പിറന്നാളിന് എന്തോ സമ്മാനവും വാങ്ങിയതേ അവിടെ ഇരിക്കണ്ട്. ഓ, അവിടെ ഉണ്ടല്ലേ. ചന്തു, എല്ലാരും അവിടെ നിക്കുമ്പോ നീ എന്താ ഇവിടെ തനിച്ചിരിക്കണേ? നിക്കെന്തോ സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ അത്? എന്താ ഇത്? ചുംബിക്കേ? ഒരു ബ്രാഹ്മണനോട് ഇങ്ങനെയൊക്കെ കാട്ടാൻ പാടുണ്ടോ? ചുംബനത്തിന് അങ്ങനൊന്നും ഇല്ല. ഇല്ലേ? തന്നോടാ. മൂടില്ല. അങ്ങോട്ട് വരിക. എന്നാ വരിക. അവനാ നിങ്ങളുടെ കഴിവ് മുഴുവൻ പ്രയോഗിക്ക. താപ്പിട്ട് പൊടിയാക്കണവനെ. എന്റെ അമ്മാവൻ സന്തോഷത്താൽ തുള്ളി ചാടണം. വിജയിച്ചു വരിക. എന്തൊരു ഇരിപ്പാ ഇത്? ഇപ്പോഴിവിടെ അനങ്ങിയിട്ടില്ലേ? വരിക, പ്രദക്ഷിണം വെക്കാം. നിന്നെ കാത്തിരിക്കായിരുന്നു. നടക്ക. പ്രദക്ഷിണ വഴിയിൽ തടസ്സം സൃഷ്ടിക്കാതെ അങ്ങോട്ട് മാറി. കത്തിയെടുത്തെന്തിനാ കാണിക്കണേ? കൊല്ലാനാ. ധൈര്യമായിട്ട് ഓടിച്ചോ. അവര് പറയണ്ട്. എന്റെ മോനെ ആരെങ്കിലും രക്ഷിക്കണേ. അവനാണോ? ഒന്നും കൂടി നോക്കിയ മുത്തശ്ശി, എന്തൊരടിയാ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ അന്ന് പബ്ബിൽ വെച്ച് അടി ഉണ്ടാക്കിയ കാര്യം? അവൻ തന്നെയാ. എന്താ ഇവന്റെ ഇടിക്കത്ര ശക്തി? വല്ല മാംസാഹാരവും കഴിക്കണ്ടാവോ? ഉണ്ടാവൂ. ഇല്ലേ?
എനിക്കൊരു സംശയം, ഇവൻ എന്റെ മോനാണോ അതോ ഇവനെ പോലെ വേറൊരുത്തരും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇവൻ അവനാ? അതെ ആ? അല്ല അല്ല അമ്മ എന്ത് പറഞ്ഞാലും ആണെന്നോ അല്ലയെന്നും പറഞ്ഞു. ആണോ അല്ലയോ? അല്ല അല്ല അല്ലേ? അപ്പൊ ഇവൻ എന്റെ മോനല്ലേ? അതെ അതെ അമ്മേനെ അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്കാം. എടാ ഗോപികൃഷ്ണ, അവന്റെ പണി തീർത്തോ? ഇല്ല, നമ്മുടെ ആൾക്കാർ അവൻ എടുത്തിട്ട് കുമ്മി. അവനോ? അപ്പൊ അവൻ മറ്റവനാണോ? അറിയില്ല, ഇവിടെ അടിയുടെ പൊടിപൂരാ. ചടപടാന്നുള്ള അടിയാണേ. റൗഡികൾക്ക് പണം കൊടുത്തിട്ടില്ലല്ലോ. ഇല്ല അമ്മാവ, പണി കഴിഞ്ഞല്ലേ പണം കൊടുക്കൂ. അവിടെ നീ എത്രയും വേഗം പോന്നോളൂ, പണമെങ്കിലും മിച്ചാവൂലോ. ആയിക്കോട്ടെ അമ്മാവ. തടി തപ്പണതാ ബുദ്ധി. ഒരുപക്ഷെ ഇവൻ അവനാണെങ്കിൽ എന്റെ മോനെവിടെ? മുത്തശ്ശി, ആ അതെ അച്ഛാ, അവൻ ഞാനല്ല, അവൻ വേറൊരുത്തനാ. നമുക്ക് പോയാലോ? അപ്പൊ അന്ന് പബ്ബിൽ വെച്ച് അടി ഉണ്ടാക്കിയത് നീ അല്ലേ? അപ്പോ എന്താ നീ ഉദ്ദേശിക്കണേ? അവനാണെന്ന് കരുതിയാണോ നീ എന്നെ ഇഷ്ടപ്പെട്ടെ? എന്റെ പൊന്നമ്മേ, ഈ വേലി മറന്നേക്ക. ഒന്ന് വെറുതെ ഇരിക്കു ചാരി. അന്ന് അവിടെ കണ്ടത് ആരെയാണേലും ഞാൻ ഇഷ്ടപ്പെട്ടത് നിന്നെയാ. എങ്കിൽ ഈ വേലി നടക്കും. വരിക വരെ നോക്കൂ അച്ഛാ, നിങ്ങൾ എത്രയും വേഗം ആരാ നീ? ആർക്ക് വേണ്ടിയിട്ടാടാ നിന്റെ ഈ വേഷം കെട്ട്? മോനെ, നീ എന്ത് അവിവേകായി കാണിക്കണേ? സത്യം പറഞ്ഞില്ലെങ്കിൽ കൊല്ലും ഞാൻ. കൊല്ലടാ, കൂടെപ്പറപ്പിനെ നീ തന്നെ അങ്ങോട്ട് കൊന്നേക്ക. എന്താ മുത്തശ്ശി പറയണേ? അതേടാ, ഇവൻ നിന്റെ കൂടെപ്പറപ്പ് തന്നെയാ. നിന്റെ ഗോവിന്ദൻ ഒരു അനന്തരാവകാശിക്ക് വേണ്ടി ഞാനാ നിങ്ങളെ തമ്മിൽ പിരിച്ചേ. നിങ്ങള് വേറെ പിരിഞ്ഞ അതേ ദിനത്തിൽ തന്നെ കാളി മാതാവ് നിങ്ങളെ വീണ്ടും ഒന്നിപ്പിച്ചു കുട്ടിയോളെ. അപ്പോ ഇവൻ എന്റെ മോനല്ലേ? അയ്യോ അച്ഛാ, ഞാൻ നിങ്ങളുടെ മകൻ തന്നെയാ. ഒന്ന് അടങ്ങ. അല്ലടോ, താൻ എങ്ങനെയാ അവരുടെ കയ്യിലാകപ്പെട്ടെ? ഓഹോ, അപ്പൊ നോൻ ടിവിയിലൂടെ സംസാരിച്ച തന്റെ അച്ഛനോടാണല്ലേ? എന്റെ അച്ഛനോടല്ല, നമ്മുടെ അച്ഛനോട്. അപ്പൊ ഞാനോ? അയ്യോ എന്റെ പൊന്നച്ഛാ, നിങ്ങൾ എന്റെ അച്ഛൻ തന്നെയാ. ഒന്ന് മിണ്ടാണ്ടിരിക്ക. ഇനിയിപ്പൊ എന്താ തന്റെ പരിപാടി? എന്റെ അല്ല, നമ്മുടെ. ഇതുവരെ എന്റെ സ്ഥാനത്ത് അവരെ നിന്നെ ഉപയോഗിക്കായിരുന്നു. ഇനി ആ സ്ഥാനത്തേക്ക് ഞാൻ പോവാം. എന്ത് വില കൊടുത്തും നമുക്ക് അച്ഛനെ രക്ഷിക്കണം. വീണ്ടും നീ അവിടെ നിന്ന് ചാടി പോവും, അവരെന്നെ പിടിക്കുകയും ചെയ്യും. മൊത്തം കാര്യങ്ങളും അവതാളത്തിലാവും. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ആലോചിച്ച് ചെയ്യാം. നമ്മുടെ രണ്ടുപേരുടെ രൂപ ഒരുപോലെ ആയത് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമേ? എന്താ അച്ഛാ തോന്നണേ? അടങ്ങിയിരിക്ക, അതാ ബുദ്ധി. ശരി, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട. എന്താ മോളെ പറയുന്നേ? അതെ ആന്റി, ആന്റിയുടെ രണ്ടാമത്തെ മകനും ജീവിച്ചിരിപ്പുണ്ട്. അവരെത്രയും പെട്ടെന്ന് അങ്കിളിനെ കണ്ടുപിടിച്ച് ആന്റിയുടെ അടുത്തേക്ക് കൊണ്ടുവരും. നിങ്ങൾ എല്ലാവരും വീണ്ടും ഒരുമിക്കാൻ പോവൂ ആന്റി. ഈ സന്തോഷ വാർത്ത വന്നു പറഞ്ഞതിന് ഞാൻ നിനക്ക് എന്താ തരേണ്ടത് മോളെ? ആന്റിയുടെ മോനെ എനിക്ക് തന്നില്ലേ, ഇതിനേക്കാളും വലിയ സമ്മാനം വേറെന്താ?